സദ്യയുടെ കൂടെ ഒഴിവാക്കാൻ പറ്റാത്തൊരു ഐറ്റമാണ് ഈ പായസം അല്ലേ? പക്ഷേ ഈ പായസത്തിൻ്റെ കൂടെ ബോളി കൂട്ടി കഴിച്ചിട്ടുണ്ടോ നിങ്ങൾ? ഒന്ന് കഴിക്കേണ്ട ഐറ്റം തന്നെയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഈ ബോളിയും പാൽപ്പായസം കൂടെ കഴിക്കാനായിട്ട്. അപ്പോൾ ഇന്ന് ഞാൻ നല്ലൊരു ബോളിയും പാലട പ്രഥമനും ഉണ്ടാക്കുന്നു. ഈ ബോളി ട്രിവാൻഡ്രംകാരുടെയാണ് കേട്ടോ. അവരാണ് സദ്യയുടെ കൂടെ ബോളി കൂട്ടി കഴിക്കുന്നത് പായസത്തിനോടൊപ്പം. അപ്പോൾ നമുക്കും നല്ലൊരു സോഫ്റ്റ് ബോളിയും നല്ലൊരു പാലട പ്രഥമനും ഉണ്ടാക്കാവേ. അപ്പോൾ ആദ്യം നമുക്കൊരു ബൗളിലേക്ക് ഒരു 1.5 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. നമുക്ക് ബോളിക്ക് വേണ്ടിയിട്ട് കുറച്ച് മാവ് ഒന്ന് കുഴച്ച് വെക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് 1.5 കപ്പ് മൈദയിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു പിഞ്ച് ഉപ്പ്, വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. ഒരുപാടൊന്ന് ലൂസായി പോവുകയും ചെയ്യരുത്, കട്ടിയായി പോവുകയും ചെയ്യരുത് കേട്ടോ. കുറച്ചൊന്ന് അയച്ച് വേണം ഇത് കുഴച്ചെടുക്കാനായിട്ട്. ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നല്ലെണ്ണയില്ലേ, അതൊരു 3 ടേബിൾ സ്പൂണെങ്കിലും ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നുകൂടെ കൈകൊണ്ട് നന്നായിട്ട് കുഴച്ചിട്ട് ഒന്ന് മാറ്റി വയ്ക്കാം. മാവ് നല്ല സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ. ഈ നല്ലെണ്ണ ഒഴിച്ച് വെച്ചാൽ നല്ലെണ്ണയുടെ ടേസ്റ്റ് ഒന്നും വരത്തൊന്നുമില്ല കേട്ടോ. ഞാൻ ആദ്യം ഓർത്തു ഈ നല്ലെണ്ണ ഒഴിക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് വരത്തില്ലേന്ന്. പക്ഷെ നല്ലെണ്ണയുടെ ടേസ്റ്റ് ഒന്നും വരത്തില്ല. അങ്ങനെ മാവെല്ലാം കുഴച്ചു മാറ്റി വെച്ചു, റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഒരു അരമണിക്കൂറെങ്കിലും ഇരിക്കണം നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ നമുക്ക് കടലപ്പരിപ്പ് ഒന്ന് വേവിച്ചെടുക്കാം. ഞാൻ 1 കപ്പ് കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകി കുക്കറിലിട്ട് അതിൻ്റെ ഇരട്ടി 2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് വേവിച്ചെടുക്കുകയാണ് കേട്ടോ. ഒരു 3-4 വിസിലിട്ടിട്ട് അങ്ങ് വേവിച്ചെടുക്കാം. വെള്ളമൊക്കെ കറക്റ്റാണ്. വേവിച്ചെടുത്ത കടലപ്പരിപ്പ് ചൂടാറിയതിന് ശേഷം മിക്സിയിലിട്ടിട്ട് ഞാനൊന്ന് പൊടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി അതൊരു പാനിലിട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര, പിന്നെ നമ്മുടെ ഏലക്കായുടെ കുരുവും ജാതിക്കായുടെ കുരുവും ഇല്ലേ, അത് രണ്ടും കൂടെ പൊടിച്ചെടുത്താണ് കേട്ടോ. അതുകൂടെ ചേർത്ത് കൊടുക്കും. ഈ പഞ്ചസാര ഒന്ന് ചൂടാകുമ്പോൾ കുറച്ച് വെള്ളം ഒന്ന് ഇറങ്ങി വരുവേ, അതൊന്ന് വറ്റിച്ചെടുത്ത് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ചൂടാറാനായിട്ട് വെക്കാം. ഇത്രയും മാവിന് നമുക്കൊരു 12 ബോളി ഉണ്ടാക്കാവേ. ഇത്രയും കടലപ്പരിപ്പിനും പിന്നെ നമ്മളെടുത്ത മൈദയുടെ കണക്കിനും കറക്റ്റ് അളവാണ്. അപ്പോൾ ഒരു 12 ബോളിയൊക്കെ ഉണ്ടാക്കാനായിട്ട് ഇത് മതിയാവും കേട്ടോ. ഒരു സദ്യക്കൊക്കെ ഒരു വീട്ടിൽ ഉണ്ടാക്കാനായിട്ട് ഈ ഒരു അളവിലെടുത്താൽ മതിയാവേ. ഇനിയിപ്പോൾ കടലപ്പരിപ്പ് ചൂടാറിയതിന് ശേഷം ഇതുപോലെ ഒന്ന് ഉരുട്ടി മാറ്റി വയ്ക്കാം. നമ്മുടെ മാവും റെഡിയായി കിട്ടിയിട്ടുണ്ട്. അതിൽ നിന്ന് എണ്ണ മാറ്റിയിട്ട് കുറച്ച് മാവ് മാത്രം ഇങ്ങെടുക്കാം. കുറച്ചേ എടുക്കാവുള്ളൂ. തീരെ നൈസായിട്ട് വേണം മാവിരിക്കാനായിട്ട്. കടലപ്പരിപ്പിൻ്റെ ടേസ്റ്റാണ് കേട്ടോ കൂടുതലും വരേണ്ടത്. പിന്നെ നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടും ഒരുപാട് മാവ് എടുക്കാൻ പാടില്ല. മാവ് നമ്മൾ ഇതുപോലെ ചെറിയൊരു ബൗൾ എടുത്തു. അത് കൈകൊണ്ട് തന്നെ പരത്തി ഒന്ന് കൊടുത്തതിന് ശേഷം ഇതുപോലെ നടുക്കായിട്ട് നമ്മൾ ഉരുട്ടി വെച്ചിട്ടുള്ള ആ ഒരു കടലപ്പരിപ്പിൻ്റെ ബോൾ വെച്ച് കൊടുത്തിട്ട് ബാക്കി വരുന്ന മാവില്ലേ ഇതുപോലെ അങ്ങ് കളയണം. തീരെ നൈസായിട്ട് വേണം മൈദാമാവ് എടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ അതുപോലെ അതെല്ലാം ഒന്ന് ഉരുട്ടി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അരിപ്പൊടിയില്ലേ, നമ്മൾ ചപ്പാത്തി പരത്തുന്ന കല്ലിൽ തൂകിയതിന് ശേഷം ഒന്ന് പരത്തിയെടുക്കാം. അരിപ്പൊടി തന്നെ തൂകിയെടുക്കണേ. അരിപ്പൊടി തൂകിയിട്ട് ഇതുപോലെ ഒന്ന് റൗണ്ടിൽ പരത്തിയെടുക്കാം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരത്തുന്ന പോലെ അങ്ങ് പരത്തിയെടുക്കാം കേട്ടോ. പൊട്ടിയൊന്നും പോകത്തില്ല. നല്ല പെർഫെക്റ്റായിട്ട് അങ്ങ് പരത്തിയെടുക്കാം. കടലപ്പരിപ്പ് തെളിഞ്ഞ് വന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ആ ഒരു കടലപ്പരിപ്പാണ് ഇതിന് മുമ്പെന്തെങ്കിലും നിൽക്കേണ്ടത്. അപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് പരത്തിയൊക്കെ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ചുട്ടെടുക്കാവേ. തവ വെച്ചു. തവ ചൂടായപ്പോഴത്തേക്കിനും നമ്മുടെ ബോളി ഓരോന്നായിട്ടിട്ട് തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് ചുട്ടെടുക്കാം. നല്ലൊന്ന് കളറൊക്കെ മാറി വരും കേട്ടോ, നമ്മൾ ചപ്പാത്തിയൊക്കെ ചുടുന്ന പോലെ. പിന്നെ നമ്മൾ കുറച്ച് നെയ്യ് തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് തൂത്ത് വേണം എടുക്കാനായിട്ട്. പിന്നെ ഇടയ്ക്കൊക്കെ പൊട്ടിയൊക്കെ പോകും കേട്ടോ. അങ്ങനെ പൊട്ടി കിട്ടണം, എന്നാലേ ബോളി പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കത്തുള്ളൂ, നല്ല സോഫ്റ്റ് ബോളി ആവത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ബോളിയൊക്കെ ചുട്ടെടുത്തിട്ടുണ്ട്. ബോളി മാറ്റി വെച്ചു. ഇനിയിപ്പോൾ നമുക്ക് ബോളിയുടെ കൂടെ കഴിക്കാനായിട്ട് ആരെയാണ് വേണ്ടത്? നല്ലൊരു പായസം അല്ലേ. നമുക്ക് നല്ലൊരു പാലട പ്രഥമൻ അങ്ങ് ഉണ്ടാക്കാം. അതിനായിട്ട് ചെറിയ അട ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു 150 ഗ്രാം അടയെ ഞാൻ എടുത്തിട്ടുള്ളൂ. അത് ഞാൻ ഒരു 1.5 ലിറ്റർ വെള്ളം തിളപ്പിച്ചതിന് ശേഷം ഇട്ട് കൊടുത്തു. ഒരു 2 മിനിറ്റ് തിളപ്പിച്ചിട്ട് ഗ്യാസ് ഓഫാക്കി അടച്ചങ്ങനെ വെച്ചു. ഒരു 10-15 മിനിറ്റ് കൊണ്ട് ഈ അട അങ്ങ് അവിടെ ഇരുന്ന് വെന്തോളും. ആ സമയം കൊണ്ട് നമുക്ക് പഞ്ചസാര ഒന്ന് ക്യാരമൽ ചെയ്തെടുക്കാം. പായസത്തിന് നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് പഞ്ചസാര ഇടാം കേട്ടോ. പിങ്ക് പാലട പ്രഥമനാണ് ഞാൻ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഒരു പാനിലേക്ക് ഞാൻ 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തു. ഇതുപോലെ നിറമൊക്കെ മാറി വന്നതിന് ശേഷം പാലൊഴിച്ച് കൊടുക്കാം കേട്ടോ. 2 ലിറ്റർ പാലാണ് ഇതിന് കണക്ക്. ഈ 2 ലിറ്റർ പാലൊന്ന് വറ്റി വരും കേട്ടോ ഈ പായസത്തിൽ കിടന്നിട്ട്. അപ്പോൾ 2 ലിറ്റർ പാലും കൂടെ ഞാൻ ഈ പഞ്ചസാര ക്യാരമലായതിനു ശേഷം ഒഴിച്ചു കൊടുത്തു. പഞ്ചസാര ഒരുപാട് കളറൊന്നും മാറി വരണ്ട കേട്ടോ. ഈ ഒരു കളറൊക്കെ ആയി വന്നതിന് ശേഷം പാലൊഴിച്ച് കൊടുത്തു. എന്നിട്ട് പാൽ അവിടെ ഇരുന്ന് തിളക്കട്ടെ. ആ സമയം കൊണ്ട് നമ്മുടെ അട കുക്കായി കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ വെള്ളമൊക്കെ കളഞ്ഞ് ഒരു അരിപ്പയിൽ ഒഴിച്ച് കൊടുത്തു. അതിലേക്ക് പച്ചവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കഴുകിയും കൂടെ വെക്കുന്നുണ്ട്. പാലിതാ തിളച്ച് വരുന്നുണ്ട്. ഇളക്കി കൊടുക്കണം കേട്ടോ ഇടയ്ക്ക്, അല്ലെങ്കിൽ തിളച്ച് തൂങ്ങിപ്പോകും.
എന്നിട്ട് നമ്മൾ പാല് തിളച്ച് വരുന്ന സമയത്ത് അടയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി കുറേ നേരം പ്രോസസ്സാണ് ഇത് മിക്സ് ചെയ്യുന്നത്. ഒരു 50-55 മിനിറ്റ് കൊണ്ടൊക്കെ എൻ്റെ അടയൊക്കെ ഒന്ന് കുറുകി കളറൊക്കെ മാറി ഇതുപോലെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ ഒരു 1/4 കപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി മിൽക്ക് മെയ്ഡ് ഇല്ലെങ്കിൽ 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഏലക്ക പൊടിച്ചെടുത്താണ് കേട്ടോ, പഞ്ചസാരയും കൂടെ കൂട്ടി പൊടിച്ചെടുത്താണ്. അത് ഞാൻ ഒരു ടേബിൾ സ്പൂൺ അങ്ങോട്ട് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര ചേർത്തുകൊണ്ട് ഇല്ലെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്താൽ മതിയേ. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സാക്കി എടുത്തു. ലാസ്റ്റായിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ അങ്ങ് ഒഴിച്ച് കൊടുത്തു കേട്ടോ, നല്ല പശുവിൻ നെയ്യ്. അതും കൂടെ ഒഴിച്ച് കൊടുത്താലേ ഉള്ളൂ നമ്മുടെ പായസം നല്ല പെർഫെക്റ്റായി കിട്ടത്തുള്ളൂ. അപ്പോൾ അത്രേ ഉള്ളൂ. നെയ്യും കൂടെ ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കിയിട്ട് പായസത്തിലേക്ക് അങ്ങ് ഒഴിച്ച് കഴിക്കുക. ഇതുപോലെ കഴിക്കാത്തവരുണ്ടെങ്കിൽ ബോളിയുടെ കൂടെ ഒന്ന് കഴിച്ച് നോക്കുക കേട്ടോ. അപ്പോൾ ഈ ഓണമായിട്ട് നിങ്ങൾക്കൊക്കെ എന്താ പരിപാടി? അപ്പോൾ ഇതാ തിരുവോണമായിട്ട് നമ്മൾക്ക് വലിയ പരിപാടിയൊന്നുമില്ല, കാരണം ഇന്ന് നബിദിനം കൂടെയല്ലേ. അതുകൊണ്ട് നമ്മുടെ ഓണമൊക്കെ നേരത്തെ തന്നെ നമ്മൾ ആഘോഷിച്ച് കേട്ടോ, സദ്യയൊക്കെ ഉണ്ടാക്കി പായസവും ബോളിയൊക്കെ ഉണ്ടാക്കിയിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതുപോലെ ട്രൈ ചെയ്യാത്തവർ ഓണം കഴിഞ്ഞാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നേ, നല്ല ടേസ്റ്റ്, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ നമുക്കിനി പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.